ചേച്ചിയോട് സംസാരിക്കുമ്പോൾ എനിക്ക് കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ അറിയാനൊരു തിടുക്കം തോന്നുന്നുണ്ട്. ചേച്ചി എല്ലാ കാര്യങ്ങളും എന്നെ ഒന്ന് വിശദമായിട്ട് പഠിപ്പിച്ച് തരുമോ? എൻ്റെ ഒരു അപേക്ഷയാണ്. പെട്ടെന്ന് ഞാൻ അവനോട് ചോദിച്ചു, നീ എന്ന് മുതലാ എന്നെ ഇങ്ങനെ ശ്രദ്ധിക്കാൻ തുടങ്ങി? ഞാനത് ചോദിക്കുമ്പോൾ അവൻ മറുപടി പറഞ്ഞു, ചേച്ചി എന്നൊരു മഞ്ഞ ചുരിദാറിട്ടൊന്നും വന്നില്ലേ, അത് ആ കല്യാണ ഭക്ഷണന് അത് നല്ല അട്രാക്റ്റീവ് ആയിരുന്നു കേട്ടോ. ആ സമയത്ത് ഞാൻ ചേച്ചിയെ ശ്രദ്ധിച്ചായിരുന്നു. എനിക്ക് തോന്നിയേട്ടോ എന്ന് ഞാൻ മറുപടി പറഞ്ഞു. ശരിക്കും എൻ്റെ പേര് സ്മിത. എനിക്കിപ്പോൾ 30 വയസ്സുണ്ട്. ഞാൻ കല്യാണം കഴിഞ്ഞ് ഭർത്താവിൻ്റെ വീട്ടിലല്ല നിൽക്കുന്നത്, സ്വന്തം വീട്ടിൽ തന്നെയാണ്. അത് മറ്റൊന്നും ഉണ്ടായിരുന്നില്ല. ഭർത്താവ് വിദേശത്തായിരുന്നു. അതുകൊണ്ട് തന്നെ അവിടെ പോയിട്ട് കാര്യമില്ല എന്നെനിക്ക് തോന്നി. അപ്പോൾ ബാക്കിയുള്ള ദിവസങ്ങളിൽ വീട്ടിൽ നിന്നാൽ ആ ഒരു കാര്യങ്ങളെല്ലാം നടക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാൻ നാട്ടിൽ തന്നെ നിൽക്കുന്നത്. അത് തന്നെയാണ് എനിക്ക് കംഫർട്ടും. അങ്ങനെ എൻ്റെ വീട്ടിൽ ഏകദേശം കുറേയധികം പശുവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ആ സമയത്ത് പശുവിനെല്ലാം കൊടുത്തു. അതിനു മുമ്പ് ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു കറവയ്ക്കും കാര്യങ്ങൾക്കും, പശുവിന് പാൽ വാങ്ങിക്കാനും എല്ലാത്തിനും തന്നെ. അങ്ങനെ എല്ലാ പശുവിനെയും കൊടുത്തു കഴിഞ്ഞ സമയത്ത് ഒരെണ്ണം മാത്രം ബാക്കിയായി. അപ്പോൾ വന്ന കൂട്ടത്തിൽ ഒരു മുത്തശ്ശി ഉണ്ടായിരുന്നു. അവർക്ക് മാത്രം കൊടുക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞപ്പോൾ ആ സമയത്തായിരുന്നു അച്ഛൻ എന്ന് പറഞ്ഞത്, അവർക്ക് മാത്രം കൊടുത്തേരെ, ബാക്കിയുള്ളവർക്ക് തികയത്തില്ലല്ലോ, പിന്നെ സൊസൈറ്റി കൊടുക്കാനും മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് കാര്യങ്ങളൊന്നും നടക്കത്തില്ല, അപ്പം ഇത് തന്നെ കൊടുത്തുവിട്. അങ്ങനെ മുത്തശ്ശി മാത്രം പാല് കൊടുക്കുന്ന ഒരു പാരമ്പര്യം ഉണ്ടായിരുന്നു നമുക്ക്. അങ്ങനെ എല്ലാ ദിവസവും മുത്തശ്ശി വരുന്ന സമയത്ത് ഞാനായിരുന്നു പാലെടുത്ത് കൊടുത്തുകൊണ്ടിരുന്നത്. പക്ഷേ ഒരു ദിവസം രാവിലെ ഞാൻ മുറ്റം അടിച്ചുകൊണ്ട് നിൽക്കുന്ന സമയമായിരുന്നു. ആ സമയത്ത് ഒരു നിഴല് എൻ്റെ ആ ഒരു വശത്തെ ഇങ്ങനെ വരുന്നതാಗಿ എനിക്ക് ഫീൽ ചെയ്തു. പെട്ടെന്ന് ഞാൻ വിചാരിച്ചു, ഇവിടെ ആര് വരാനാണ് എന്ന് വിചാരിച്ച് ഞാൻ മുറ്റം അടിച്ചുകൊണ്ട് തൂത്തുകൊണ്ട് നിൽക്കുകയായിരുന്നു. പെട്ടെന്നായിരുന്നു പിന്നിൽ നിന്ന് ഒരു ചെക്കൻ ചേച്ചി എന്ന് വിളിക്കുന്നത്. ഏകദേശം 10-25 വയസ്സ് പ്രായം തോന്നിക്കും. അവൻ കോളേജും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ജോലിക്ക് വേണ്ടി ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. ആ സമയത്താണ് ആ മുത്തശ്ശിക്ക് പകരമായിട്ട് അവൻ പാല് വാങ്ങാൻ എൻ്റെ വീട്ടിലേക്ക് വരുന്നത്. അവനെ കണ്ട സമയത്ത് തന്നെ ഞാൻ ചോദിച്ചു, ആരാണ്, എന്ത് വേണം എന്ന് ചോദിക്കുമ്പോൾ അവൻ പാത്രം പൊക്കി കാണിച്ചു. അതെ, ഇവിടുന്ന് പാല് മുത്തശ്ശി വന്ന് വാങ്ങിക്കുന്നുണ്ടായിരുന്നു. ഇന്ന് മുത്തശ്ശിക്ക് തീരെ സുഖമില്ല, അതുകൊണ്ട് എന്നെയാണ് പറഞ്ഞു വിട്ടത്. അപ്പോൾ പെട്ടെന്ന് തന്നെ ഞാൻ മറുപടി പറഞ്ഞു, അതെ, ഇങ്ങനെ പിന്നി വന്നിങ്ങനെ നിന്ന് കഴിഞ്ഞാൽ ഞാൻ അറിയത്തില്ല കേട്ടോ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ കാര്യങ്ങളായിട്ട് തുറന്നു പറയണം, ഇങ്ങനെ വിളിക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഞാൻ അറിയത്തില്ല എന്ന് ഞാൻ പറഞ്ഞ് അവൻ്റെ കയ്യിൽ നിന്ന് പാത്രം വാങ്ങിച്ച് തിരിച്ച് പാല് നിർത്തി അവനെ കൊണ്ടുപോയി കൊടുത്തുവിടും. അങ്ങനെ അവൻ പാല് വാങ്ങിക്കാനായിട്ട് എല്ലാ ദിവസവും വരും. അപ്പോൾ ഞാനിടയ്ക്ക് ചോദിക്കും, മുത്തശ്ശിക്ക് എങ്ങനെയുണ്ട്? അപ്പോൾ അവൻ തന്നെ പറഞ്ഞു, മുത്തശ്ശി സുഖമുണ്ട്, പിന്നെ മുത്തശ്ശി കാണുന്നില്ലല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞു, മുത്തശ്ശി അവിടെ റെസ്റ്റ് എടുത്തോളാൻ പറഞ്ഞു, ഞാൻ വന്ന് വാങ്ങിച്ചോളാം എന്ന് ഞാൻ മുത്തശ്ശി എടുത്ത് പറഞ്ഞു എന്നവൻ മറുപടി പറഞ്ഞു. അങ്ങനെ ഓരോ ദിവസവും വന്നിട്ട് എൻ്റെ അടുത്ത് ഓരോ കാര്യങ്ങൾ സംസാരിക്കും. അങ്ങനെയാണ് ഞങ്ങൾ തമ്മിൽ പരിചയമാവുന്നത്. അങ്ങനെ ഒരു ദിവസം വന്ന സമയത്ത് പാലില്ലായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, കറവക്കാരൻ ഒരു അരമണിക്കൂർ കഴിയും വരാനായിട്ട്, ഏതായാലും അകത്ത് കയറിയിരിക്കെ, ഇവിടെ ഇപ്പം ആരുമില്ല കേട്ടോ, അമ്മയച്ചനും പുറത്തു പോയേക്കാണ്, അപ്പോൾ അകത്തിരുന്നാൽ മതി, കറവക്കാരൻ വന്ന് പാല് എല്ലാം സെറ്റായിട്ട് ഞാൻ തരാം എന്ന് ഞാൻ മറുപടി പറഞ്ഞു. അങ്ങനെ അവൻ വന്ന സമയത്ത് തന്നെ ഞാനും അവനൂടെ സോഫയിൽ പോയിരുന്നു. അപ്പോൾ തന്നെ അവൻ എൻ്റെ അടുത്ത് കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് അവൻ എൻ്റെ അടുത്ത് മറുപടി പറഞ്ഞു, ചേച്ചിയെ ഞാൻ നേരത്തെ കണ്ടിട്ടുണ്ട്. അവൻ്റെ ചോദ്യത്തിൽ ഞാൻ പെട്ടെന്ന് ചോദിച്ചു പോയി, നീ എവിടെ നിന്ന് എന്നെ കണ്ടത്? അതൊരു കല്യാണ ഫംഗ്ഷനായിരുന്നു, പിന്നെ പെട്ടെന്ന് ഇവിടെ കണ്ടപ്പോൾ ഞാൻ ഷോക്കായിപ്പോയി എന്ന് പറഞ്ഞു. ആദ്യം കണ്ട സമയത്ത് ഞാൻ വിചാരിച്ചു, ചിലപ്പോൾ കല്യാണമൊന്നും കഴിഞ്ഞിട്ടില്ല, ഒന്ന് പ്രേമിച്ച് നടക്കാൻ പറ്റുന്ന പ്രായമാണെന്ന് വിചാരിച്ചു. പക്ഷേ അടുത്ത് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ആൾ മാരീഡാണെന്നുള്ള കാര്യങ്ങളൊക്കെ. പെട്ടെന്ന് ഞാൻ പറഞ്ഞു, അങ്ങനെയൊക്കെയാണെങ്കിലും ഞാൻ പ്രായത്തിൽ കുറച്ച് മനസ്സിലും ചെറുപ്പമാണ്, പിന്നെ അത്രയൊക്കെ ഉള്ളൂ കേട്ടോ എന്ന് ഞാൻ മറുപടി പറഞ്ഞു. പെട്ടെന്ന് അവൻ എന്നെ കളിയാക്കുന്നത് പോലെ ഉവ്വ ഉവ്വ എന്ന് പറഞ്ഞു. എടാ ചെക്ക, നീ പാല് വാങ്ങിച്ചുകൊണ്ട് പോകാൻ നോക്ക്, ഇവിടെ നിന്ന് കറങ്ങാൻ നിൽക്കണ്ട എന്ന് ഞാൻ പറഞ്ഞു.
അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞിട്ട് ഞാനും അവനും കൂടെ ഒന്ന് പുറത്തേക്ക് നോക്കി. പെട്ടെന്ന് അവൻ എൻ്റെ അടുത്ത് പറഞ്ഞു, ഒരു മഴയുണ്ടായിരുന്നെങ്കിൽ നല്ല രസമായിരുന്നില്ലേ എന്ന് പറഞ്ഞു. അതെന്താടാ നീ എങ്ങനെ പറഞ്ഞു? അല്ല, എനിക്കിപ്പം തോന്നി നമ്മൾ രണ്ടുപേരും മാത്രമല്ലേ ഉള്ളൂ, അപ്പോൾ ഒരു മഴയൊക്കെ കണ്ട് ഇങ്ങനെ രസിച്ചിരിക്കാൻ ഒരു ഫീലായിരിക്കും എന്ന് പറയുമ്പം ഞാൻ പറഞ്ഞു, നിനക്കെന്താ കിറക്കുമല്ലുണ്ടോ, നേരെ പാലം വാങ്ങിച്ചിട്ട് പോകാൻ നോക്കാൻ വെച്ചേക്കാം, ഇവിടെ ഒന്നും തിരിയാതെ എന്ന് പറയുമ്പോൾ, ഇങ്ങനെയൊന്നും പറയാ ചേച്ചി, ചേച്ചിയുടെ അല്ലാതെ ഞാൻ അടുത്ത് പറയാം. ഉവ്വേ എന്ന് പറയുന്ന സമയത്ത് അവൻ എൻ്റെ കണ്ണിൽ നോക്കിയിട്ട് പറഞ്ഞു, ശരിക്കും ചേച്ചിയുടെ ഇങ്ങനെ സംസാരിക്കാൻ പറ്റുമെന്ന് ഞാൻ വിചാരിച്ചതല്ല. ഞാനന്ന് ആദ്യമായിട്ട് കണ്ട സമയത്ത് ഞാൻ വിചാരിച്ചു ചേച്ചിയുടെ അടുത്ത് വന്ന് കമ്പനി ആവണം, മിണ്ടണം, സംസാരിക്കണം എന്നൊക്കെ. പക്ഷേ അന്ന് നമ്മൾ സ്ട്രേഞ്ചറാണല്ലോ. പിന്നെയാണ് ഇപ്പോഴാണ് കാണുന്നതും സംസാരിക്കുന്നതൊക്കെ. ശരിക്കും മുത്തശ്ശി പാല് വാങ്ങിക്കാനായിട്ട് ഇങ്ങോട്ട് വരാനൊക്കെ ഇരിക്കുന്നതായിരുന്നു. പിന്നെ ഞാനാണ് പറയുന്നത്, മുത്തശ്ശി വരണ്ട, ഞാൻ പോയി വാങ്ങിച്ചുകൊണ്ട് വരാം, പിന്നെ ചേച്ചി എനിക്കൊന്ന് കാണാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങുന്നത്. അവൻ്റെ ആ സംസാരം കേട്ട സമയത്ത് തന്നെ ഞാൻ പറഞ്ഞു, ഇടം എടുക്ക, നീ ആൾ കൊള്ളല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ കറവക്കാരൻ വന്നു. ഞാൻ പറഞ്ഞു, എടാ നിൻ്റെ ആൾ വന്നിട്ടുണ്ട്, നേരെ പാലും മേടിച്ച് വിട്ടോ കേട്ടോ, ഇനി പരിസരത്ത് കണ്ടേക്കരുത് എന്ന് ഞാൻ പറഞ്ഞു. ഞാൻ ചുമ്മാ തമാശ പറഞ്ഞാണ് എന്ന് ഞാൻ അവനെ തട്ടിത്തലോടി. അതിനുശേഷം അവൻ അവിടെ പോയി പാലും കാര്യങ്ങളും ഞാൻ എടുത്തു കൊടുത്തു. അങ്ങനെ പാലും വായിച്ചു കഴിഞ്ഞ് അവൻ പെട്ടെന്ന് എൻ്റെ അടുത്ത് ചോദിച്ചു, ചേച്ചി ഇവിടെ ആരുമില്ലേ, വേറെ കണ്ടിട്ടില്ല ഞാനിതുവരെ എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു, അപ്പച്ചനും അമ്മച്ചിയുണ്ട്, രണ്ടുപേരും ജോലിക്ക് പോയേക്കാം. ഇന്നാണെന്നുണ്ടെങ്കിൽ അവിടെ ഒരു കല്യാണത്തിൻ്റെ പ്രോഗ്രാം ഉണ്ടെന്ന് പറഞ്ഞിരുന്നു, അതുകൊണ്ട് ഇന്ന് വരുമെന്ന കാര്യത്തിൽ സംശയമാണ്. അപ്പം പെട്ടെന്ന് അവനെൻ്റെ അടുത്ത് ചോദിച്ചു, എന്നെങ്കിൽ പിന്നെ ചേച്ചി ഞാൻ രാത്രി ഇങ്ങോട്ട് വരട്ടെ, നമുക്ക് ഇവിടെ എന്തെങ്കിലും വേണ്ടിയും പറഞ്ഞിരിക്കാമല്ലോ. പിന്നെ എനിക്ക് പഠിത്തത്തിലാണെങ്കിലും ചെറിയ ചെറിയ ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ ചേച്ചിയെടുത്ത് ചോദിച്ച് മനസ്സിലാക്കാമല്ലോ. ചേച്ചിയും ഒരു കൂട്ടാവും, പിന്നെ എനിക്കും ഒരു സഹായമാവും എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു, നോക്കാം, നീ ഏതായാലും വന്ന് നോക്ക്, ഞാനിവിടെ ഉണ്ടാവുമെന്നറിയില്ല എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞിട്ട് അവൻ പോയി കഴിഞ്ഞ ശേഷം സമയമായി ഏകദേശം ഒരു 9 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് ആൾ വീട്ടിലേക്ക് വന്ന സമയത്ത് തന്നെ ഞാൻ അവിടെ ഉണ്ടായിരുന്നു. ആടാ, നീ ഇപ്പം ഒരുപാട് നേരത്തെ വന്നിട്ടില്ലല്ലോ, പറഞ്ഞതിനെക്കാട്ട് കൂടുതൽ എന്ന് പറഞ്ഞ ശേഷം ഞാൻ അവനെ അകത്ത് കയറ്റിയിരുത്തി. ശേഷം അവൻ്റെ അടുത്ത് ചോദിച്ചു, നിനക്കെന്തോ ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ, അതൊക്കെ ക്ലിയർ ചെയ്യണ്ടേ, അതിനും കൂടാണോ വന്നേക്കുന്നത്? ഞാൻ പറഞ്ഞു. അത് ചോദിക്കുമ്പോൾ അവൻ പറഞ്ഞു, അതെ, ഒരുപാട് കാര്യങ്ങൾ ക്ലിയർ ചെയ്യാനുണ്ട്, ചേച്ചിക്ക് മാത്രമേ അത് ക്ലിയർ ചെയ്ത് തരാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു. ഓക്കെ, ഞാൻ നോക്കട്ടെ, എനിക്കങ്ങനെ വലിയ കാര്യങ്ങളൊന്നും അറിയത്തില്ല, എന്തായാലും നിനക്ക് കാര്യങ്ങളെല്ലാം പഠിപ്പിച്ചു തരാം എന്ന് ഞാൻ മറുപടി പറഞ്ഞു. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞ് ഞങ്ങൾ രണ്ടുപേരും സോഫയിലേക്ക് ഇരുന്നു. അത് കഴിഞ്ഞിട്ട് ആദ്യം ടി വി വെച്ച സമയത്താണെന്നുണ്ടെങ്കിൽ ചെറിയ ചെറിയ പരിപാടിയും കാര്യങ്ങളൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് അവൻ എൻ്റെ അടുത്ത് പറഞ്ഞു, ചേച്ചി എനിക്ക് നല്ല ബോറടിക്കുന്നുണ്ട്. ഞാൻ അവൻ്റെ ബോറടിയെന്ന് കേട്ട സമയത്ത് ഞാൻ തന്നെ തിരിച്ച് പറഞ്ഞു, അതെ, എനിക്ക് ബോറടിക്കുന്ന സമയത്ത് ഞാൻ ആകെ ചെയ്യുന്നൊരു കാര്യമാണ് ഈ ടി വി വെച്ച് കണ്ടുകൊണ്ടിരിക്കും. ഇപ്പം നിനക്ക് ബോറടി വന്ന സമയത്ത് ഞാൻ എന്ത് ചെയ്യാനാണ് എൻ്റെ മോനെ, ഇതെന്തെങ്കിലും കണ്ടോണ്ടേക്ക്, അല്ലാതെ വേറെ വഴിയൊന്നുമില്ല എൻ്റെ കുട്ട എന്ന് പറയുമ്പോൾ അവനും ഒന്ന് ചിരിച്ചു. അങ്ങനെ അവന് വേണ്ടിയിട്ട് മാത്രം ഞാൻ ടി വിയുടെ ചാനലിങ്ങനെ മാറ്റി കൊടുത്തു. അപ്പം ഓരോരോ ചാനൽ വരുന്ന സമയത്തും അവൻ പറയുന്നുണ്ട്, ഇത് മാറ്റിക്കോ, ഇത് കുറച്ച് നേരം നോക്കട്ടെ എന്ന് പറഞ്ഞു. പെട്ടെന്ന് ഞാൻ അവനോട് ചോദിച്ചു, നിനക്കെന്താ ഈ ഇംഗ്ലീഷ് സിനിമാസും കാര്യങ്ങളൊക്കെയാണ് ഇഷ്ടപ്പെടുന്നത്? അല്ല, നിൻ്റെ ഈ സജഷനും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് ഞാൻ ചോദിച്ചതാണ്. പെട്ടെന്ന് അവൻ പറഞ്ഞു, അതൊക്കെ കണ്ടിരിക്കാൻ ഒരു രസമാണ് ചേച്ചി, നമ്മുടെ ഈ മലയാളം മൂവീസും കാര്യങ്ങളൊക്കെ അത്രയും കാര്യങ്ങളൊന്നും നല്ലതുപോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. പക്ഷേ ഇംഗ്ലീഷ് ആണെന്നുണ്ടെങ്കിൽ അതിനൊരു മീനിങ്ങും കാര്യങ്ങളുണ്ട്, പിന്നെ നമുക്ക് ആ ലാംഗ്വേജും കാര്യങ്ങളൊക്കെ പഠിക്കാൻ പറ്റും, അതൊക്കെ ഒരു രസമുള്ള കാര്യമല്ലേ. പെട്ടെന്ന് ഞാൻ അവനോട് ചോദിച്ചു, നീ ഒരു ബുദ്ധിജീവിയാണല്ലേ എന്ന് ചോദിക്കുമ്പം അവൻ പറഞ്ഞു, ഞാൻ ബുദ്ധിജീവിയൊന്നുമല്ല, പക്ഷേ ഇന്നത്തെ കാലത്ത് കുറച്ച് കാര്യങ്ങൾ പഠിക്കണമെന്നുണ്ടെങ്കിൽ അതൊക്കെ കണ്ടിരുന്നാലേ പറ്റത്തുള്ളൂ. അപ്പോൾ ഞാൻ എൻ്റെ കുട്ടിക്കാലം ഓർത്തു. ആ സമയത്താണെന്നുണ്ടെങ്കിൽ ഇംഗ്ലീഷ് മൂവീസൊന്നും ഞാൻ അധികം കണ്ടിട്ടില്ല, ഇപ്പോഴത്തെ പിള്ളേരെന്തൊക്കെയാണ് കാണുന്നത് എന്നൊക്കെ ഞാൻ ചിന്തിച്ചു.
പെട്ടെന്ന് ഞാൻ അവനോട് പറഞ്ഞു, എടാ എൻ്റെ ലൈഫിൽ ഞാൻ ആകെ കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്നുകിൽ ഒരെണ്ണം ജുറാസിക് പാർക്ക് അല്ലെന്നുണ്ടെങ്കിൽ ഒന്ന് സ്പൈഡർമാൻ. ഈ 2 ഇംഗ്ലീഷ് മൂവീസ് മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ കേട്ടോ, അല്ലാതൊന്നും കണ്ടിട്ടില്ല. പെട്ടെന്ന് അവൻ ഓരോരോ ഇംഗ്ലീഷ് മൂവീസ് പറയാൻ തുടങ്ങി. അതൊക്കെ നല്ലതാണ്, അങ്ങനെ ഇങ്ങനെയാണ് അതൊക്കെ പറഞ്ഞ സമയത്ത് ഞാൻ തന്നെ പറഞ്ഞു, എടാ അതൊക്കെ സേഫായിട്ടിരുന്ന് കാണാൻ പറ്റുന്നതല്ലേ. അപ്പോൾ അവൻ തന്നെ പറഞ്ഞു, എൻ്റെ പൊന്നെ ചേച്ചി അങ്ങനെ പേടിക്കണം വേണ്ട, നല്ല മൂവീസും കാര്യങ്ങളൊക്കെയാണ്, ചേച്ചി കണ്ടു നോക്ക്. അങ്ങനെ കുറച്ച് മൂവീസും കാര്യങ്ങളൊക്കെ അവൻ എനിക്ക് പറഞ്ഞു തന്നു. പെട്ടെന്ന് ഇപ്പോഴത്തെ പിള്ളേരെല്ലാം കൊറിയൻ മൂവീസല്ലേ കാണുന്നത്. അപ്പോൾ തന്നെ ഞാൻ അവനോട് ചോദിച്ചു, നീ കൊറിയൻ മൂവീസ് എങ്ങനെ കാണാറുണ്ടോ? അവൻ പറഞ്ഞു, ഞാനതും കാണാറുണ്ട്, അതിൽ സീരീസും കാര്യങ്ങളൊക്കെ കാണാനൊരു പ്രത്യേക ഭംഗിയാണ്. ചേച്ചി ഇപ്പോഴും പഴയ ലോകത്ത് പഴയ രീതിയിൽ ഇങ്ങനെ പോകുന്നതുകൊണ്ടാണ് ഇതൊന്നും മനസ്സിലാവാത്തത്. ചേച്ചി എൻ്റെ കൂടെ നിന്നാൽ മതി, എനിക്കറിയാവുന്ന കാര്യങ്ങൾ ചേച്ചിക്കും ഞാൻ പഠിപ്പിച്ചു തരാം, ചേച്ചിക്ക് അറിയാവുന്ന കാര്യങ്ങൾ എനിക്ക് പഠിപ്പിച്ചു തന്നാൽ മതി എന്ന് പറയുമ്പോൾ നീ എന്താ ഉദ്ദേശിക്കുന്നത് എന്ന് ഞാൻ ചോദിച്ചു. നമുക്ക് പ്രായത്തിൽ ഒരു എക്സ്പീരിയൻസ് ഉണ്ട് ചേച്ചി, അത് എല്ലാവർക്കും ഒരുപോലെ കിട്ടണമെന്നില്ല. ചേച്ചിക്ക് അറിയാവുന്ന കാര്യങ്ങൾ അതിൽ ചേച്ചി എക്സ്പീരിയൻസ് ചെയ്തത് എന്നോട് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ ചേച്ചിക്ക് വേണ്ട കാര്യങ്ങൾ ഞാനും പറഞ്ഞു തരാം. അത് തന്നെയാണ് നമ്മുടെ ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് എന്തേ എന്ന് പറഞ്ഞു. എടാ ചിലപ്പം അപ്പച്ചനും അമ്മച്ചിയൊക്കെ വരാൻ ചാൻസ് ഉണ്ട് കേട്ടോ, അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നീ പോവില്ലേ? ആ സമയം തന്നെ അവൻ പെട്ടെന്ന് എന്നോട് ചോദിച്ചു, അതെന്താ ഞാനും കൂടി ഇരുന്ന് കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ പറഞ്ഞു, എടാ ഞാനിപ്പം വീട്ടിൽ നിൽക്കാതെ ഇവിടെ വന്ന് നിൽക്കില്ലേ, അപ്പം നിന്നെ എന്നെ ഇവിടെ കണ്ടു കഴിഞ്ഞാൽ അതൊരു പ്രശ്നമാവണ്ട, നേരത്തെ വിട്ടോ എന്ന് പറഞ്ഞു. അപ്പോഴും അവൻ എൻ്റെ അടുത്ത് പറഞ്ഞു, എൻ്റെ പൊന്നി ചേച്ചി, ചേച്ചി ഇപ്പോഴും പഴയ ചിന്താഗതികളാണല്ലേ, എല്ലാവരും ഇതിൽ നിന്നൊരു മാറ്റമൊന്നും വരുത്തില്ല. ഞാൻ ചേച്ചിയുടെ നിന്ന് എന്തെങ്കിലുമൊക്കെ പഠിക്കാൻ വന്നു കഴിഞ്ഞിട്ട് ചേച്ചി ഇങ്ങനെയൊക്കെ ബിഹേവ് ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. പെട്ടെന്ന് അവൻ എന്നോട് അങ്ങനെ പറഞ്ഞ സമയത്ത് ഞാൻ പറഞ്ഞു, എടാ ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചിട്ടല്ല, എനിക്ക് മനസ്സിലായി നിൻ്റെ കാര്യങ്ങളൊക്കെ. നിൻ്റെ ജനറേഷനുള്ള ആ ഒരു ഗ്യാപ്പിലല്ലോ ഇപ്പോഴത്തെ കാര്യങ്ങൾ, അപ്പം അതൊരു വ്യത്യാസം കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കില്ലേ, അത് തന്നെയാണ് ഞാൻ ഉദ്ദേശിച്ചത്, നീ മറ്റൊന്നും ആ ഒരു രീതിയിൽ എടുക്കണ്ട. പെട്ടെന്ന് അവൻ എനിക്കൊരു നിർദ്ദേശം പോലെ പറഞ്ഞു തന്നു, ചേച്ചി ഇപ്പം കാണുന്ന ലോകമല്ല ലോകം, നമ്മുടെ ലോകം ഒരുപാട് മാറിയിട്ടുണ്ട്, ചേച്ചി അതിനൊത്ത് മാറണം. പിന്നെ നമുക്ക് ആ ഒരു ചേഞ്ചസ് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ഹാപ്പിനെസ് കിട്ടും, അല്ലാതെ നമുക്കൊരു ഹാപ്പിനെസ്സും കിട്ടില്ല എന്നവൻ പറയുമ്പോൾ ഞാനത് ചിന്തിച്ചു. അവൻ പറഞ്ഞതിനകത്തും കാര്യമുണ്ട്, നമ്മളെപ്പോഴും പഴയ ലോകത്ത് നിന്നാൽ അത് ശരിയാവില്ല എന്നൊരു കാര്യം അവനിൽ നിന്ന് ഞാൻ മനസ്സിലാക്കി. ഈ ഒരു കഥ ഇവിടെ ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇനി ഈ ഒരു കഥ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പം എല്ലാവർക്കും പുതിയൊരു കഥയുമായിട്ട് വീണ്ടും വരാം.